You are tuned to Kerala's number one FM, Club FM. This is Love Bites with Reenu. എല്ലാ ചൊവ്വാഴ്ചത്തെയും പോലെ ഒരു പ്രണയ കഥയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ പേര് ബോണി. എൻ്റെ പ്രണയകഥ ഞാൻ പറയട്ടെ. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. എല്ലാ ആൺകുട്ടികളെയും പോലെ ഞാനും എൻ്റെ ജീവിതം ആസ്വദിക്കുകയായിരുന്നു. എനിക്കൊരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. എല്ലാ വീക്കെൻഡിലും പാർട്ടി. അങ്ങനെ ഒരു പാർട്ടിക്കിടയിലാണ് ഞാൻ അവളെ കണ്ടുമുട്ടിയത്. അവളെ ആരും ശ്രദ്ധിക്കും, ഞാനും ശ്രദ്ധിച്ചു. ഞാൻ അവളുടെ നമ്പർ മേടിച്ചു. അടുത്ത ആഴ്ച ഒരുമിച്ച് പാർട്ടിക്ക് പോയി. കുറച്ച് നാളുകൾക്കുള്ളിൽ ഞങ്ങൾ പ്രണയത്തിലായി. ഏതൊരു പ്രണയത്തിൻ്റെയും ആദ്യ നാളുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരമൊരു കഥ കാണുമല്ലേ? ആദ്യമായിട്ട് കണ്ടുമുട്ടിയത്, സംസാരിച്ചത്, ഇഷ്ടം തോന്നിയത്, അങ്ങനെയെല്ലാം. എത്ര കാലം കഴിഞ്ഞാലും ഇതൊന്നും നമ്മൾ മറക്കത്തില്ല. ഒരുമിച്ചായിരിക്കുന്ന അത്രയും കാലം നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നതും എന്തെങ്കിലും ഒരിക്കൽ പിരിഞ്ഞാൽ നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നതുമായ നിമിഷങ്ങൾ. കേട്ടുകൊണ്ടിരിക്കുന്നത് ക്ലബ് എഫ്എമ്മിൽ ലവ് ബൈറ്റ്സ് ആണ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. അൾട്ടിമേറ്റ്ലി ലവ് ഇസ് എവ്രിതിങ്. ആണോ? പ്രണയമാണോ എല്ലാം? ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ കൂടെ റീനു. ഞാൻ പ്രണയിച്ച പെൺകുട്ടി ഒരു ഹിന്ദു ആയിരുന്നു, ഞാനൊരു ക്രിസ്ത്യനും. ഈ കല്യാണത്തിന് എൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് എതിർപ്പുണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാർ പോലും പറഞ്ഞു അവളെ ഉപേക്ഷിക്കണമെന്ന്. പക്ഷേ എനിക്കവളോടുള്ള പ്രണയം അത് മനസ്സിലാക്കാൻ ആർക്കും പറ്റിയില്ല. അവളുടെ കൂടെ 2 മിനിറ്റ് ജീവിക്കുന്നതാണ് ഈ ജന്മം അവളില്ലാതെ ജീവിക്കുന്നതിനേക്കാൾ നല്ലതെന്ന് അങ്ങനെ എനിക്കപ്പോൾ തോന്നിയത്. ഹൗ സ്വീറ്റ്. അവളില്ലാത്ത ജീവിതത്തിനേക്കാളും ഭേദം മരണമാണെന്ന്. ഇത്തരം ഒരു സിറ്റുവേഷൻ പ്രണയിക്കുന്ന എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് വന്നിട്ടില്ലേ? ഇല്ലേ? എന്നാലേ ആ പ്രണയത്തിൽ എന്തോ ഒരു കുറവുണ്ട്. കാരണം പ്രണയത്തിൻ്റെ തീവ്രത കൂടും തോറും അകന്നിരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ് കൂടെ റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്. Feel loved with a love that was more than love. ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ് കൂടെ റീനു. ഞങ്ങൾ പ്രണയിച്ചു. പ്രണയത്തിനേക്കാളും കൂടുതലായ ഒരു പ്രണയത്തിൽ ഞങ്ങൾ വിശ്വസിച്ചു. ഞാൻ സ്നേഹിച്ച ആ പെൺകുട്ടിയെ സ്വന്തമാക്കാൻ എൻ്റെ വീട്ടുകാർ സമ്മതിച്ചില്ല. ഈ പ്രയാസങ്ങളെല്ലാം കാരണം എൻ്റെ അച്ഛൻ, അദ്ദേഹത്തിന് കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി. ഒരു ബൈപ്പാസ് സർജറി ചെയ്യേണ്ടി വന്നു. അമ്മയുടെ കാര്യം മറ്റൊന്നും ആയിരുന്നില്ല. BP കൂടി. ഷീ സ്റ്റാർട്ടഡ് ബ്ലീഡിങ്. ഐ ഡോണ്ട് നോ. ഡോക്ടേഴ്സ് അന്ന് പറഞ്ഞു ഞങ്ങളുടെ ഭാഗ്യത്തിനാണ് അമ്മയ്ക്ക് ഒരു കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവാതിരുന്നതെന്ന്. ഐ വാസ് ടോട്ടലി ഷാറ്റേർഡ്. ഇത് മിക്ക ഇന്റർകാസ്റ്റ് മാരേജസിലെയും പ്രശ്നമാണ്. ഈ കല്യാണം അംഗീകരിക്കാൻ പേരൻസിന് കഴിയത്തില്ല. അവരെതിർക്കും. കഷ്ടത്തിലാവുന്നത് നമ്മളാ. ഇഷ്ടപ്പെട്ട, വാക്ക് കൊടുത്ത ആ ആളെ ഉപേക്ഷിക്കാനും കഴിയില്ല. അതുവരെ വളർത്തി വലുതാക്കിയവരെ വേണ്ടാന്ന് വെക്കാനും പറ്റില്ല. ആരെങ്കിലും ഒരാൾ മനസ്സിലാക്കിയാൽ മതി. അതും നടക്കില്ല. ഇത്തരം ഒരു സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ഇപ്പോഴും അതിനൊരു ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. കേട്ടുകൊണ്ടിരിക്കുന്നത് ക്ലബ് എഫ്എമ്മിൽ ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. Whatever our souls are made of, hers and mine are the same. എൻ്റെയും അവളുടെയും ആത്മാവ് ഒന്നാണ്, ഞങ്ങൾ ഒന്നാണ് എന്ന്. ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ് കൂടെ റീനു. യു നോ സംതിങ്? ഇഷ്ടപ്പെട്ട പെണ്ണിന് വേണ്ടി എന്ത് ചെയ്യാനും എന്ത് ത്യാഗം ചെയ്യാനും ഞാൻ തയ്യാറായിരുന്നു. ഷി വാസ് മൈ ഗേൾ. ഇവളാണ് എൻ്റെ പെണ്ണ് എന്ന് ഞാൻ എൻ്റെ വീട്ടുകാരത്ത് പോയി പറഞ്ഞു. ആൻഡ് അവർ സമ്മതിച്ചില്ല. ഐ സ്റ്റാർട്ടഡ് ലൂസിങ് ഇൻട്രസ്റ്റ് ഇൻ എവറിഥിങ്. Started coming home late. Started coming home drinking. Met with an accident. I was just inches away from death. ഇതെല്ലാം കണ്ട് എൻ്റെ വീട്ടുകാർ ഒടുവിൽ അവർ സമ്മതിച്ചു. നിനക്കിഷ്ടമുള്ള പെണ്ണിനെ കല്യാണം കഴിച്ചോളാൻ പറഞ്ഞു. വേണമെങ്കിൽ അവരെ എതിർത്തിട്ട് എനിക്ക് അവളെ സ്വന്തമാക്കായിരുന്നു. ബട്ട് ഐ ഡിഡ്ന്റ് ഡു ദാറ്റ്. കാരണം എൻ്റെ അച്ഛനും അമ്മയും ദേ ഹാവ് ഡൺ സോ മച്ച് ഫോർ മീ. അവരുടെ ബ്ലെസ്സിങ്സ് വേണം ഈ കല്യാണത്തിനെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. ഇന്നലെ ഗായത്രിയും ഇത് തന്നെയാണ് പറഞ്ഞ്. അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹമില്ലാതെ ഒരു വിവാഹം വേണ്ടെന്ന്. ഈ പറഞ്ഞ പ്രശ്നങ്ങളെയൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ ആളെ സ്വന്തമാക്കുന്ന ആ നിമിഷം അതൊരു നിർവൃതിയാണ്.
അനുഭൂതിയാണ്. സ്നേഹിച്ച ആ ആളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത ത്യാഗങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഫലവത്തായി എന്ന് വിശ്വസിക്കാനായിട്ട് അപ്പോഴും നമുക്ക് പറ്റത്തില്ല അല്ലേ? ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സിലേക്ക് ഒരു മെസ്സേജ് അയക്കണോ? നമ്പർ 56070 ആണ്. ഫോമാറ്റ് ക്ലബ് എഫ് എം സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ആൻഡ് സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്.